അജയകുമാർ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജണ്ടവരിശകളിൽ 7ഉം 8ാമത്തെ വരിശയാണ്. അതായത് സുവർണരാഗം മ്യൂസിക്കിൻ്റെ ശ്രീ സുരേഷ് നാരായൺ അവറുകൾ എഴുതിയ കർണാടക സംഗീതം എന്ന ബുക്കിലെ 7ഉം 8ഉം ജണ്ടവരിശകളാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ ലെസണിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ സുവർണരാഗം മ്യൂസിക്സിൻ്റെ കർണാടക സംഗീതം എന്ന ബുക്കിലെ ജണ്ടവരിശകൾ, അതായത് 33ാമത്തെ പേജിലുള്ള ജണ്ടവരിശകൾ, 7ാമത്തെ ജണ്ടവരിശ, 34ാമത്തെ പേജിലെ 8ാമത്തെ ജണ്ടവരിശ, ഈ 2 വരിശയാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അപ്പോൾ അത് പാടി ഞാൻ കേൾപ്പിച്ചു എങ്ങനെയാണ് വായിക്കേണ്ടത്. അപ്പം നമുക്ക് ആ രീതിയിൽ അതൊന്ന് വായിച്ച് കേൾക്കാം. സാ സാ രീ രീ ഗ ഗ, സാ സാ രീ രീ ഗ ഗ മ, രീ രീ ഗ ഗ മ മ, രീ രീ ഗ ഗ മ മ പ പ, ഗ ഗ മ മ പ പ, ഗ ഗ മ മ പ പ, ഗ ദ മ മ പ പ, ദ ദ മ മ പ പ, ദ ദ നീ നീ പ പ, ദ ദ നീ നീ പ പ, ദ ദ നീ നീ സാ സാ. അപ്പൊ നമ്മള് താരസ്ഥായിലെ സായിലെത്തി. ഇനി അവിടുന്ന് മധ്യസ്ഥായിലെ സായിലേക്ക് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ അത് സാ സാ നീ നീ ദാ ദാ, സാ സാ നീ നീ ദാ ദാ പ പ, നീ നീ ദാ ദാ പ പ, നീ നീ ദാ ദാ പ പ മ മ, ദാ ദാ പ പ മ മ, ദാ ദാ പ പ മ മ, ഗ ഗ പ പ മ മ, ഗ ഗ പ പ മ മ, ഗ ഗ രീ രീ മ മ, ഗ ഗ രീ രീ മ മ, ഗ ഗ രീ രീ സാ സാ. വളരെ പതുക്കെയാണ് ഞാൻ വായിച്ചത്. എൻ്റെ ഫിംഗറിങ് നിങ്ങൾക്ക് കാണാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്, ഈ 5 പേരിൽ വരുന്നത് സാ സാ രീ രീ ഗ ഗ മ മ പ പ. അപ്പോ 2 ലൈൻ വായിക്കാം. അത് കഴിഞ്ഞ് 3ാമത്തെ ലൈന് വായിക്കുമ്പോൾ നമ്മൾ ഗ ഗ മ മ പ പ, ഗ ഗ മ മ പ പ, ദ ദ നീ നീ, ഇങ്ങനെ വായിക്കാം. അപ്പോൾ നമുക്ക് ഈ 8ാമത്തെ ജണ്ടവരിശ ഒന്ന് വായിക്കാം. 8ാമത്തെ ജണ്ടവരിശയ്ക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ 2ാമത്തെ നോട്ടിനാണ് കാരുവ കൊടുക്കുന്നത്. അതുപോലെ തന്നെ 4ാമത്തെ നോട്ടിനും കാരുവ കൊടുക്കും. അപ്പം ആദ്യം വായിച്ചതിന് 1ഉം 3ഉം ആയിരുന്നെങ്കിൽ ഇത് 2ഉം 4നുമാണ് കാരുവ കൊടുക്കുന്നത്. അതാണ് വ്യത്യാസം. അപ്പം നമുക്കത് നോക്കാം. സാ സാ രീ രീ ഗ ഗ, സാ സാ രീ രീ ഗ ഗ മ മ, രീ രീ ഗ ഗ മ മ, രീ രീ ഗ ഗ മ മ പ പ, ഗ ഗ മ മ പ പ, ഗ ഗ മ മ പ പ, ഗ ഗ. അടുത്തത് മ മ പ പ, ദ ദ മ മ പ പ, ദ ദ നീ നീ പ പ, ദ ദ നീ നീ പ പ, ദ ദ നീ നീ സാ സാ.
താരസ്ഥായി സായി ചെന്നു. ഇനി അവിടുന്ന് മധ്യസ്ഥായി സായിലേക്ക് വരും നമ്മൾ. സാ സാ നി നി ദാ ദാ സാ സാ നി നി ദാ ദാ പാ പാ നി നി ദാ ദാ പാ പാ നി നി ദാ ദാ പാ പാ മാ മാ ദാ ദാ പാ പാ മാ മാ ദാ ദാ പാ പാ മാ മാ ഗാ ഗാ പാ പാ മാ മാ ഗാ ഗാ പാ പാ മാ മാ ഗാ ഗാ രീ രീ മാ മാ ഗാ ഗാ രീ രീ മാ മാ ഗാ ഗാ രീ രീ സാ സാ. അപ്പോ നമ്മൾ 7-8 ജണ്ടപരീക്ഷകൾ വായിക്കുന്നത് കണ്ടു. അപ്പം അത് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7-8 നല്ല തറവായതിനു ശേഷം ഞാൻ അടുത്ത ഒരു ക്ലാസ്സിൽ വക്രചണ്ഡ പരീക്ഷകൾ നിങ്ങളെ പഠിപ്പിക്കാം. പിന്നെ ഇത് കൂടാതെ വരുന്നതിനെയും മഹാനവമിയും വിജയദശമിയും ദിവസങ്ങളാണ്. എല്ലാവരും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്ക് ചേരാൻ പറ്റുന്ന ആ ദിവസമാണ്. എല്ലാവരും ഓരോരോ ക്ലാസ്സുകൾക്ക് ചേരുക. കൂടാതെ മറ്റ് പഠിക്കേണ്ട വസ്തുക്കളും പഠിക്കുക. വിദ്യാഭ്യാസമാണ് ലോകത്തെ ഏറ്റവും വലിയ ധനം. അത് മനസ്സിലാക്കി ഒരു പുതിയ വിദ്യാഭ്യാസത്തിലേക്ക് എല്ലാവരും കടക്കുക. അത് സംഗീതം തന്നെ വേണമെന്നല്ല ഞാൻ പറയുന്നത്. എൻജിനീയറിങ് മറ്റു മേഖലകളിലൊക്കെ ദൈവവിശ്വാസത്തോടുകൂടി എല്ലാവരും പോയി ചേർന്ന് നല്ല രീതിക്ക് പഠിച്ച് വളരുക. വിദ്യ ഉണ്ടെങ്കിൽ ധനം ആ ആളിൻ്റെ പുറകെ വരും. അങ്ങനെയാണ് ഇതിൻ്റെ ചൊല്ല്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മഹത്വം കൊടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിനാണ്. എന്ത് പഠിക്കാൻ പോയാലും ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ജീവിതം ഉഴപ്പിക്കളയരുത്. എല്ലാവരും രാജ്യത്തിൻ്റെ ഒരു വലിയ സ്വത്തായിട്ട് മാറണം വിദ്യാഭ്യാസം കൊണ്ട്. അങ്ങനെ മാറണം. നമ്മുടെ ജീവിതവും പ്രകാശപൂരിതമാക്കണം. നല്ല രീതിക്ക് എല്ലാവരും വളരുക, പഠിക്കുക, അങ്ങനെ ചെയ്യുക. അപ്പം അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ ഞാൻ അജയകുമാർജി നിങ്ങളോട് തൽക്കാലത്തേക്ക് വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.